നമസ്കാരം. കാറ്റാണ് ഈ വാഴകളൊക്കെ തോരനിട്ട പോലെ ഇരിക്കണം. ഭരണി കഴിഞ്ഞാലാണ് നമ്മുടെ നാട്ടിൽ കാറ്റ് കുറയുക എന്ന് പറയും. ചിലപ്പോൾ അതിൻ്റെ കഥയിൽ ആറാട്ടുപുഴ പൂരം വരെയും അങ്ങനെ പറയുന്ന ഒരു കഥയുണ്ട്. എന്തായാലും അതൊക്കെ പോട്ടെ. ശിവരാത്രിയും ഭരണിയും തമ്മിലുള്ള ആ ഒരു അന്തരത്തിലാണ് അത്രേ കാറ്റിൽ വരുന്നത് മുഴുവൻ പ്രേതങ്ങളാത്രേ. നമുക്ക് പറയാനുള്ളത് മറ്റൊരു തരം പ്രേതങ്ങളെ കുറിച്ചാണ്. അത് ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളാണ് മാപ്രകൾ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളടുത്ത് കേട്ടിട്ടുണ്ടാവും, അനൂപ് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ പിണറായി വിജയനെ വളരെ മോശമായ രീതിയിൽ പറയുന്നത് കേട്ടിരിക്കും. ഈ സർക്കാരിന് കരുണയില്ലെന്ന് ആരാണ് പറഞ്ഞത്? 2.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന PSC അംഗങ്ങളുടെ കൊടും ദാരിദ്ര്യം കണ്ട് ശമ്പളം 3.25 ലക്ഷമാക്കാൻ തീരുമാനിച്ച കാരുണ്യവാന് ഒരു നാമമേ ഉള്ളൂ, പിണറായി വിജയൻ. ഈ സർക്കാരിന് സാന്ത്വനം അറിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? പെൻഷനാകുന്ന IAS IPS ഉദ്യോഗസ്ഥർ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന അവസ്ഥ മുൻകൂട്ടി കണ്ട് മാസം ലക്ഷങ്ങൾ വീണ്ടും നൽകി നിയമനം കൊടുക്കുന്ന സാന്ത്വന പരിപാലകന് ഒരു നാമമേ ഉള്ളൂ, പിണറായി വിജയൻ. ഈ സർക്കാരിന് ബുദ്ധിയില്ലെന്ന് ആരാണ് പറഞ്ഞത്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന്റെ അധിക ചെലവ് ഒഴിവാക്കാൻ ജീവിക്കാൻ ഗതിയില്ലാത്ത അങ്കണവാടി ജീവനക്കാർക്കും ആശാപ്രവർത്തകർക്കും വേതനം കൂട്ടേണ്ട ഒരാവശ്യവുമില്ല എന്ന് തീരുമാനിച്ച ബുദ്ധിശാലിക്ക് ഒരു പേരേ ഉള്ളൂ, പിണറായി വിജയൻ. ഞാനും അതിശയപ്പെട്ടു പോയി. ഒരു പഴയ SFI കാരനാണെന്ന് സ്വയം പറയുന്ന അയാൾ ഇത്രയും മോശമായിട്ടൊക്കെ പറയാന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമല്ലേ? എന്തുകൊണ്ടാണ് അനൂപ് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അനൂപ് ബാലേന്ദ്രൻ ഏഷ്യാനെറ്റിലാണ് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. അയാൾ ഈ ഗവൺമെൻറ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ആദ്യ ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിൽ ഒരു വാർത്ത ഏറ്റെടുക്കുകയും ആ വാർത്ത കൊണ്ടുപോവുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ സിനിമയിലൊക്കെ നടക്കുന്ന പോലെ വില്ലന്മാർക്ക് കുറച്ചൊക്കെ പ്രാധാന്യം കിട്ടുമല്ലോ, അതുപോലെ ആദ്യഘട്ടത്തിൽ അതിനൊരു പ്രാധാന്യം കിട്ടുകയും ചെറിയ തോതിൽ വിജയിക്കുകയും ചെയ്യുണ്ടായി. പക്ഷേ ആ വാർത്ത വളരെ കാര്യമായിട്ട് പൊളിഞ്ഞുപോയി. ടെക്നോ പാർക്കിൻ്റെ 2ാം ഘട്ട വികസനം അത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടെ, കേരളയിൽ തടയുക എന്നുള്ള ഉദ്ദേശത്തോടെ, അതുപോലെ നമ്മുടെ ഹൈവേയുടെ വികസനം തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കീഴാറ്റൂർ സമരം, അതുപോലെ ഗെയിൽ സമരം, അതുപോലെ ഒരു സമരത്തിന് കോപ്പ് കൂട്ടി കൊണ്ടുവന്നതാണ് ടെക്നോ പാർക്ക് 2ാം ഘട്ട വികസനം. ടോറസ് ഡൗൺ ടൗൺ പദ്ധതിയുടെ ഭാഗമായി നയാഗ്ര ബിൽഡിംഗ് ഉദ്ഘാടനം അത് നടന്നു കഴിഞ്ഞു. നയാഗ്ര ഓഫീസ് സമുച്ചയം ടോറസിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ തുറക്കുന്ന ആദ്യ ഓഫീസാണ് നയാഗ്ര. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയാഗ്ര ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. 1.5 ദശലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 13 നിലകൾ, 7 നിലകളിലായി 1350 കാർ പാർക്കിംഗ് സൗകര്യം. Niagara is a 1.5 million square foot building, office building in Trivandrum. It's the first investments of Taurus in India. അത് ഏത് നിലയ്ക്കും ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട അനൂപ് ബാലേന്ദ്രൻ വാർത്ത കൊണ്ടുവന്നു. ആദ്യഘട്ടത്തിൽ വിജയിച്ചു. ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടിയുള്ള ആളുകളൊക്കെ ഇറക്കി വിജയിപ്പിച്ചു. പക്ഷെ പിന്നീട് ആ വാർത്ത പൊളിഞ്ഞു. ഇടപെടലോടെ ടോറസ് വെട്ടിലായി. അനുയോജ്യമായ ഭൂമി നൽകാതെ ഈ 61 ഏക്കർ നികത്താൻ സർക്കാർ അനുമതി നൽകിയാൽ മറ്റു നിക്ഷേപകരെയും ഭാവിയിൽ ബാധിച്ചേക്കും. വളഞ്ഞ വഴികളല്ല, തെളിഞ്ഞ വികസനമാണ് നാടിനാവശ്യം. ടെക്നോ പാർക്കിൽ നിന്നും മനു സിദ്ധാർത്ഥനൊപ്പം അനൂപ് ബാലചന്ദ്രൻ. ഒരു പദ്ധതിക്കാണ് ഇന്ന് നാം ഇവിടെ തുടക്കം കുറിക്കുന്നത്. ടോറസിന്റെ ഡൗൺ ടൗൺ പദ്ധതി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി 2018 ഒക്ടോബറിൽ പറഞ്ഞ വാക്കുകളാണിത്. സ്വപ്ന പദ്ധതിക്കായി എന്ത് ജാഗ്രതയാണ് സർക്കാർ കാട്ടിയത്? 10 കിലോമീറ്റർ മാറി പള്ളിപ്പുറത്ത് ഉപയോഗപ്രദമായ ഭൂമി ഉണ്ടായിട്ടും പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ ഭൂമിയിൽ എന്തിനായിരുന്നു പരീക്ഷണം? നമ്മുടെ IT സ്വപ്നങ്ങൾ ഇതുപോലെ മണ്ണടിയുകയാണോ? വികസനത്തിനായുള്ള കുറുക്കുവഴികൾ കുരുക്കാകുമ്പോൾ ഇനി എന്താണ് സർക്കാരിന് മുന്നിലെ ബദൽ? ടെക്നോ പാർക്കിൽ നിന്നും മനു സിദ്ധാർത്ഥനൊപ്പം അനൂപ് ബാലചന്ദ്രൻ. വിജയിക്കാണ്ട് വരുമ്പോൾ അനൂപ് ബാലേന്ദ്രന് പ്രാന്തം. ഇപ്പം ഞാനിട്ടാണ് ഈ ചോപ്പ ഷർട്ട് കിട്ട പോലെ എന്നിട്ട് നിന്ന് തുള്ളും. കുഴപ്പമില്ല, എന്തായാലും തുള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ല കാറ്റുകാലത്ത് തോരണങ്ങളിട്ട വാഴ എന്ന് ഉദ്ദേശിച്ച് മറ്റൊന്നിനും ഇല്ലാണ്ട് അനൂപ് ബാലേന്ദ്രനൊന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാൻ ബിജു പവിത്ര, തൃശ്ശൂരിൽ നിന്നും. നന്ദി, നമസ്കാരം.